ഹലോ നമസ്കാരം ഗൈസ്. കണ്ടോ നമുക്കിന്ന് കിട്ടിയ മീൻ കണ്ടോ? നോക്കിക്കേ, നല്ല സിലോപ്പിയ. ഞങ്ങളുടെ നാട്ടിൽ ഇനി പറയുന്ന സിലോപ്പിയ എന്ന് ചിലർ പിലോപ്പി എന്നൊക്കെ പറയാറുണ്ട്, പക്ഷേ നമ്മുടെ നാട്ടിൽ സിലോപ്പിയ പറയാറുണ്ട് കേട്ടോ. പിന്നെ വടക്കോട്ടൊന്നും എന്താ പറയുന്നത് എനിക്കറിയില്ല. പക്ഷേ നല്ല അടിപൊളി പച്ച മീനാണ് കിട്ടിയിരിക്കുന്നത്, പക്ഷേ ഭയങ്കര വിലയാണ് കേട്ടോ. പിന്നെ ഇത് ഞാനിന്ന് മുളകിട്ട് വെക്കാൻ പോവാം. ഞാൻ ഈ മീൻ ലൂലുന്നാണ് മേടിച്ചത്. ഞാൻ ലൂലുന്നാണ് മീൻ മേടിക്കാറ് കേട്ടോ. ഈ മീൻ ഞാൻ ലൂലുന്ന് മേടിച്ചതാണ്. പിന്നെ മുളക് കറി വെക്കാൻ പോവാണ്. ഓക്കെ, പറ്റിച്ച് നല്ല പറ്റ ഒരു മുളക് കറി കുടംപുളി ഇട്ട് വെക്കാൻ പോവാം. നമ്മുടെ മീനെല്ലാം നല്ലപോലെ വെട്ടി തേച്ച് കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ വാല് വലുതായിട്ട് മുറിച്ച് വെച്ച് എന്തിനാന്നത്, പിന്നെ എപ്പോഴെങ്കിലും വറുക്കാൻ മാറ്റി വെക്കാനാണ് കേട്ടോ. എല്ലാം കൂടെ കറി വെക്കത്തില്ലേ. നമുക്ക് മീൻ കറിക്ക് വേണ്ട സാധനം നോക്കിക്കേ. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി. ഇഞ്ചി ഇച്ചിരി കൂടുതൽ വേണം കേട്ടോ. ഇത് പിന്നെ കായൽ മീനല്ലേ സിലോപ്പിയ, അപ്പം കായൽ മീൻ ഇഞ്ചിയും കുരുമുളകും കുറച്ച് കൂടുതൽ വേണ്ടി വരും. പിന്നെ ഞാൻ ഒരു തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം കല്ലിലിട്ട്. ഇതെല്ലാം നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് നോക്കിക്കേ. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ മസാലകളാണ്, പൊടികൾ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഉലുവാപ്പൊടി, ഇച്ചിരി പെരിഞ്ജീരകപ്പൊടി. പെരിഞ്ജീരകപ്പൊടി ഇടുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കായൽ മീനില്ലേ, കായൽ മീൻ ഒരു ചേറുമീൻ എന്നാണ് പറയാറ്. അപ്പോൾ അതിനൊരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് കറിവേപ്പിലയുണ്ട്. അപ്പം എല്ലാം നമ്മളിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മസാലയൊന്ന് കുഴച്ചെടുക്കാം, വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. നമ്മുടെ ചട്ടി അടുപ്പ് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി. നമുക്ക് 2 കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഉലുവായും കൂടി ഇട്ട് കൊടുക്കാം. കടുവും ഉലുവായും കൂടെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഉലുവൊക്കെ നല്ലപോലെ നിറം മാറി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചതച്ച് വെക്കുന്ന ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി എനിക്ക് ഉപ്പില്ലേ, ഉപ്പ് ഈ സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ എനിക്കൊരു അളവ് കിട്ടത്തില്ല കേട്ടോ. എൻ്റെ കൈ കൊണ്ട് ഇട്ടാലേ എനിക്ക് ഉപ്പിൻ്റെ അളവ് കിട്ടത്തുള്ളൂ. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഒറ്റ പ്രാവശ്യം ഉപ്പിട്ടാൽ മതിയാകും, രണ്ടാമത് ഇടേണ്ടി വരത്തില്ല. പിന്നെ സ്പൂണാണെങ്കിൽ നോക്കി ഇടേണ്ടി വരും. ഒരളവാണ് കേട്ടോ. നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും എല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഒത്തിരി മൂക്കണ്ട കേട്ടോ. മൂത്ത് കഴിയുമ്പം വേറെ കറിക്ക് മണം മാറിപ്പോവും. അപ്പം നല്ലപോലെ വഴന്നിട്ടുണ്ട്. നമുക്ക് ഈ നമ്മൾ കുഴച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കാം. കണ്ട ഈ മസാല അതിനകത്ത് ഇടുന്ന് ഒന്ന് വെള്ളമൊക്കെ പറ്റി നല്ല മുല്ലൊന്ന് മൂത്ത് വരും കേട്ടോ. ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ കറിയെല്ലാം കൂട്ടി വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് കുടംപുളി അങ്ങ് ഇട്ടിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഉപ്പ് കുറച്ച് നമ്മൾ ചേർത്തായിരുന്നു ഈ അരപ്പൊന്ന് കുഴച്ച് വെച്ചത് കേട്ടോ. ഇനി നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഇച്ചിരി ശകല ഉപ്പിൻ്റെ കുറവുണ്ട്. ഓക്കെ, നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ. കറിവേപ്പില ഇടയ്ക്കിടയ്ക്കിട്ട് എന്നോട് ഒരു സുഹൃത്ത് കമൻ്റ് ഇട്ട് ചോദിച്ച് കറിവേപ്പില കറിയാണോ ഉണ്ടാക്കുന്നതെന്ന്. അതേ സുഹൃത്തെ, കറിവേപ്പില നല്ലപോലെ ഇടുമ്പോൾ നമുക്ക് കറിക്ക് ടേസ്റ്റും കൂടും കേട്ടോ. ചാറൊക്കെ കണ്ടോ, നല്ല കുറുകിയ ചാറാണ് കേട്ടോ. ഇനി ചാറ് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ പറക്കിയിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ കറി കണ്ടോ നല്ലപോലെ തിളയ്ക്കുന്നുണ്ടോ, നല്ല കുറുകിയ ചാറാണ്. ഇനി നമുക്ക് മീൻ അങ്ങോട്ട് പറക്കി വെച്ച് കൊടുക്കാം. നമുക്ക് ഇതുപോലെ പറക്കി വെച്ച് കൊടുക്കാം എല്ലാ മീനും. എന്താ നമ്മുടെ കറി നോക്കിക്കേ. ചാറൊക്കെ തിളച്ചപ്പോൾ തന്നെ നല്ലപോലെ കുറുകി നിന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, അതെന്താ സംഭവം എന്ന് നമ്മളെ അരപ്പ് കുഴച്ച് വെച്ചില്ലായിരുന്നു, അരകല്ലയിൽ അരയ്ക്കുന്നതാണ് ഇരിക്കും. അതങ്ങനെ കണ്ടും അതാണ് ഈ കുറുകൽ വന്നത് കറിക്ക്. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒരു ശകലം കായപ്പൊടി, ഒരു നുള്ളു കായപ്പൊടി കേട്ടോ. അതെന്താണെന്നറിയോ, ഈ ചേറുമീൻ ആയതുകൊണ്ടാണ് ഒരു തുള്ളി കായപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ. എന്നിട്ട് നമുക്ക് ഇളക്കാതെ ഇങ്ങനെ തന്നെ വെക്കണം.
ഇളക്കരുത്. തക്കാളി എല്ലാം ഒന്ന് നിരത്തിയിട്ട് കൊടുത്തതിന് ശേഷം അല്ല ഇത്രയും മതി. ഇനി അത് മൂടി വെച്ച് ആവിയൊന്നും പോകാതെ ഇതിൻ്റെ മണവും ഗുണവും ഇല്ല അതിനകത്ത് നിന്ന് ഇറങ്ങിക്കോളും. നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ച് പറ്റിച്ചെടുക്കാം കേട്ടോ. കണ്ടോ നമ്മുടെ കറിയൊക്കെ നോക്കിക്കേ. കണ്ടോ നല്ല കുറുകുറാ ചാറ നോക്കിക്കേ. നല്ല സൂപ്പർ കറിയായിട്ടുണ്ട് കേട്ടോ. മീൻ പൊടിയണ്ട. എനിക്ക് 2 കൈ കൊണ്ട് ചട്ടി ഇങ്ങനെ പൊക്കിയിട്ട് കറക്കാൻ പറ്റത്തില്ല. ക്യാമറയിലൊരു കയ്യിലുള്ളത് അതുകൊണ്ടാണ് കേട്ടോ. നോക്കിക്കേ നമ്മുടെ ഈ കറി ഇതുപോലൊന്ന് വെച്ചുണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് പറയണം കമൻറ്റിൽ ഇത് എങ്ങനെ ഉണ്ടെന്ന്. നിങ്ങളത് വെച്ചാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ വെച്ച് ഇത് ഇങ്ങനെ കാണിച്ച് നിങ്ങൾക്ക് ടേസ്റ്റ് അറിയാം. ഇപ്പോൾ തുറന്നപ്പോൾ തന്നെ എന്തോ ഒരു സ്മെല്ലാണെന്നറിയോ. നല്ല ഉലുവായുടെയും ആ കുടംപുളിയുടെ എല്ലാം കൂടെ എന്തൊരു മണവാ. അപ്പം ഇത് കുറച്ച് ചോറെടുക്കുക, ഇച്ചിരി കപ്പയും കൂടെ അതിൻ്റെ പുറത്തിടുക. എന്നിട്ട് 2ഉം കൂടെ 3ഉം കൂടെ നല്ലപോലെ അങ്ങ് ഞെവടി കുഴച്ച് പിടിച്ചങ്ങ് കഴിച്ചോളൂ. നല്ല ടേസ്റ്റ്, അടിപൊളി കേട്ടോ. ഈ കറി നാളെ രാവിലെ പഴഞ്ചോറും കപ്പയും ചോറും തിന്നാൻ പറയേ വേണ്ട കേട്ടോ. പിന്നെ നോയമ്പായതുകൊണ്ട് നമുക്ക് രാവിലെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് രാത്രി കഴിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്ത് കാര്യങ്ങൾ പറയുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഇതൊക്കെ ചെയ്താലല്ലേ ഞങ്ങൾക്കൊന്ന് മുന്നോട്ട് നിങ്ങളൊപ്പം വരാൻ പറ്റത്തുള്ളൂ. ഞങ്ങളും കൂടെ കയറട്ടടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, നാളെ കാണാം.